ക്ലാസ് 10 CBSE ഫാമിലി. അപ്പോൾ മക്കളെ, നിങ്ങളെല്ലാവരും നമ്മുടെ മലയാളം പരീക്ഷയ്ക്ക് അടിപൊളിയായിട്ട് എഴുതി വന്നിരിക്കുകയാണ്. നമ്മുടെ ഷാജി സാർ പഠിപ്പിച്ച കാര്യങ്ങൾ എല്ലാം തന്നെ നമ്മുടെ പരീക്ഷകളിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് എല്ലാവരും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നെക്സ്റ്റ് നമുക്ക് നേരിടാനുള്ള പരീക്ഷ ഇംഗ്ലീഷ് എക്സാം ആണ്. ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വേണ്ടി എക്സാമിൻ്റെ ടീം എന്താണ് മക്കളെ ഫുൾ റെഡി ആയിട്ട് വന്നിരിക്കുകയാണ്. ഇനി ആകെ നിങ്ങൾ റെഡിയാണോ എന്ന് മാത്രമേ ചോദ്യമുള്ളൂ. ഇനി നമുക്ക് സാധാരണ സംസാരിക്കാം. മക്കളെ, ഇംഗ്ലീഷിലാരും നമ്മൾ തകർക്കും, അതിലൊരു സംശയമില്ല. കഴിഞ്ഞ വർഷത്തെ ലൈവൊക്കെ കണ്ടവർക്ക് അറിയാം. +1 സീനിയേഴ്സിനോട് ചോദിച്ചാൽ മതി. അടിപൊളിയായിട്ട് കിടിലനായിരുന്നു നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം പക്ഷേ ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്ന കുറച്ചും കൂടി ദിവസങ്ങളുണ്ടായിരുന്നു, എക്സ്ട്രാ ദിവസങ്ങളുണ്ടായിരുന്നതുകൊണ്ട് കുറച്ചും കൂടി റിലാക്സ്ഡ് ആയിട്ട് കഴിഞ്ഞ വർഷം അവർക്ക് പഠിക്കാൻ പറ്റി. എക്സാമിനറിൻ്റെ ടീച്ചേഴ്സിനെ പഠിപ്പിക്കാനും പറ്റി. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് ഒരു ദിവസം കുറവാണ്. അതായത് ഇന്ന് രാത്രിയും അതുപോലെ തന്നെ നാളെ ഒരു ഹോൾ ഡേ മാത്രമേ നമുക്കുള്ളൂ. സോ ആ ഡേയ്സ് നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. സോ എക്സാമിനറുടെ ഭാഗത്ത് നിന്ന് മാക്സിമം ഞങ്ങളും ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങളും മാക്സിമം ചെയ്ത് കഴിഞ്ഞാൽ മക്കളെ ഇംഗ്ലീഷിൽ നമ്മൾ എന്തായാലും മാക്സിമം മാർക്ക് സ്കോർ ചെയ്തെടുക്കും. മിനിമം 95% മുകളിലായിരിക്കും നമ്മൾ നേടിയെടുക്കാൻ പോകുന്നത്. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്ന ലൈവ് ഷെഡ്യൂളാണ് ബാക്കിൽ നിങ്ങൾക്ക് കാണുന്നത്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇന്ന് വൈകുന്നേരം 24th സാറ്റർഡേ ഇന്ന് വൈകുന്നേരം കൃത്യം 7:30 നിങ്ങൾ വരുമ്പോൾ ഓൾ പോയംസ് എടുക്കാൻ വേണ്ടി നമ്മുടെ ഹരിജ മിസ്സും അലൻ സാറും റെഡിയായി വരുന്നതായിരിക്കും. ഇന്ന് നിങ്ങൾ എന്നെ കാണില്ല, പക്ഷേ നാളെ രാവിലെ കൃത്യം 10 മണിക്ക് നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും, ഫസ്റ്റ് ഫ്ലൈറ്റ് ആയിക്കോട്ടെ, ഫുട് പ്രിൻസ് ആയിക്കോട്ടെ, കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ്, അതിൽ നിന്ന് വരാൻ പോകുന്ന ചോദ്യങ്ങൾ എല്ലാം നമ്മൾ നാളെ രാവിലത്തെ സെഷനിൽ കവർ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നാളെ രാവിലെ കഴിയുന്നതോടെ നമ്മൾ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് ആൻഡ് പോയിംസ് തീർത്തു. പിന്നെ നമുക്ക് ആകെ ബാക്കിയുള്ളത് ഗ്രാമറും റൈറ്റിങ്ങും മാത്രമാണ്. അതിനുവേണ്ടി വീണ്ടും സൺഡേ വൈകുന്നേരം 7:30 ഞാനും അലൻ സാർ വരുന്നതായിരിക്കും. നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാം, ഗ്രാമർ പ്ലസ് റൈറ്റിംഗ് ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാം എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ടിപ്സ് ആൻഡ് ട്രിക്സ് ആൻഡ് സ്ട്രാറ്റജി. എങ്ങനെ എക്സാമിന് നിങ്ങൾ ടൈം അലോട്ട് ചെയ്യണം. പലർക്കും ഇംഗ്ലീഷ് എക്സാമിനെ വരാൻ പോകുന്ന പ്രശ്നം, ആക്ച്വൽ എക്സാം എഴുതുമ്പോൾ വരാൻ പോകുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് അറിയാത്തതൊന്നും ആയിരിക്കില്ല. അതിനേക്കാളും കൂടുതൽ പ്രശ്നം ടൈം മാനേജ്മെൻ്റ് ആണ്. സോ ആ ടൈം മാനേജ്മെൻറ്റ് എങ്ങനെ കൃത്യമായിട്ട് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള കാര്യം കൂടെ ആ ലൈവിലായിരിക്കും പറഞ്ഞുതരാൻ പോകുന്നത്. സോ ഈ 3 ലൈവോട് കൂടെ ഈ മൂന്ന് ലൈവിൻ്റെ പവറിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇംഗ്ലീഷ് എക്സാമിൽ 95% മുകളിൽ ഉറപ്പിക്കാൻ പോകുന്നത്. സോ നിങ്ങളും റെഡി ആണെങ്കിൽ മക്കളെ, റെഡി എന്ന് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വൈകുന്നേരം 7:30 ലൈവ് ഉണ്ടാവുന്നത്. ആ 7:30 ലൈവിൻ്റെ ലിങ്ക് മാക്സിമം നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്കും എന്ത് ചെയ്യുക, എത്തിക്കുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കേരളത്തിലെ എല്ലാ CBSE മക്കളും ഇന്നത്തെ ഇംഗ്ലീഷ് ലൈവിൽ ഉണ്ടായിരിക്കണം.